മാപ്സ്റ്റിക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിസ് ഈസ് സൂര്യ ജയൻ. വയസ്സ് എത്രയായിരുന്നു എന്ന മൂവിയിലെ സ്ട്രോങ് കഥാപാത്രങ്ങളായ രണ്ടുപേരുടെ എൻ്റെ മുന്നിലുള്ളത്. പ്രശാന്ത് വെൽക്കം ടു ദി ഷോ. രമ ചേച്ചി വെൽക്കം ടു ദി ഷോ. ഇപ്പൊ കഥാപാത്രം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നടനാണ്. അപ്പൊ നടൻ എന്നൊരു രീതിയിൽ വരുമ്പോഴത്തേക്കും എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു? നായകനാണോ ഉദ്ദേശിച്ചത്? നായകനായിട്ട് വരുന്ന ആദ്യത്തെ പടമാണ്. ഐ മീൻ കൊമേഴ്ഷ്യലി. അപ്പം അതിൻ്റെതായ പ്രതീക്ഷയും അതിൻ്റെതായ സ്ട്രഗിളും അതിൻ്റെതായ കോമ്പറ്റീഷനും എല്ലാം ഉണ്ടല്ലോ. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് പോകാറായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയോ എന്ന് അറിയത്തില്ല. എന്നാലും എനിക്ക് ആകെപ്പാടെ പറയാൻ പറ്റുന്നത് നമ്മുടെ ഒരു 100% നമ്മൾ ഈ പടത്തിൽ ചെയ്തു. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അതിന്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പം അത് ഒരുപക്ഷെ കാണുന്നവർക്ക് അത് കണ്ടു കഴിയുമ്പോൾ ഒരുപക്ഷെ പിടികിട്ടിയേക്കാം. പ്രശാന്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ ചെയ്തിട്ട് ഒരു നായകനിലേക്ക് എത്തി. അതൊരു വലിയൊരു ജേണി അല്ലേ? അപ്പം ചേട്ടൻ എങ്ങനെയാണ് അത് നോക്കി കാണുന്നത്? അല്ല, അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് അധികം പെട്ടെന്നായോ എന്നൊരു സംശയമുണ്ട്. കാരണം അത്രയും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ അത്രയൊരു എക്സ്പീരിയൻസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്കുന്ന് വഴിതെറ്റി വന്ന് കയറിയ പോലെ അതെ, അതൊരു ഭാഗ്യമാണ്. പക്ഷെ അതിന് ആ ഒരു സ്വീകാര്യതയിലേക്ക് ഞാൻ എത്തിയോ എന്നുള്ളത് പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതൊരു വലിയ സംഭവമാണല്ലോ. അങ്ങനെ ശരിക്കും വയസ്സ് എത്രയായി? അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യമാണ്. ചേച്ചിയുടെ ക്യാരക്ടർ കുറച്ച് സ്ട്രോങ് ക്യാരക്ടറാണ്. മാം പറഞ്ഞു ഒരു സ്ട്രോങ് ക്യാരക്ടറാണ്. അതെ, പൊതുവെ ഒരു സ്ട്രോങ് അല്ല. നമ്മളിപ്പം സിനിമയിൽ കാണുമ്പോൾ ഒരു അമ്മവേഷം അല്ലെങ്കിൽ പടവീട്ടില് ഒരു നല്ല ക്യാരക്ടറായിരുന്നു. അപ്പം അതിൽ നിന്ന് ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു മൂവിയിലേക്ക് ഒരു അങ്ങ് വരുമ്പോഴത്തേക്ക് ഒരു സ്ട്രോങ് ലേഡിയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ആ മൂവിയിലേക്ക് അഭിനയിക്കാൻ എത്തിയപ്പോഴത്തേക്കും? എത്തിയപ്പോ ഞാൻ ഇതുവരെ ചെയ്തതൊന്നും വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ചോദിച്ചു. ഈ ഭയങ്കര സ്ട്രോങ് ലേഡിയുടെ ഭാഗത്തു നിന്നാണ് പടത്തിന്റെ ഒരു മൊമെന്റിൽ ഏറ്റവും വലിയ കോമഡി ഉണ്ടാവുന്നത്. അത് എനിക്ക് സർപ്രൈസ് ആണ്, പറയാൻ പറ്റില്ല. എല്ലാ സർപ്രൈസ് ആണ് എല്ലാവരും. അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഓരോ സീനുകളും നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ ഒരു ഇത് പോകും. ആ സീനിനകത്ത് ഏറ്റവും പിവറ്റൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും. അത് കോമഡി മൊമെന്റ് ആയിരിക്കും. അപ്പൊ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് നമ്മുടെ അജിൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആരെയൊക്കെ വെച്ച് നോക്കിയിട്ടും അവസാനം എത്തിയതാണ് പ്രശാന്ത് ചേട്ടനിലേക്ക് എത്തിയതാണ്. അപ്പൊ അത്രയും വിശ്വാസത്തോടെ തന്ന ഒരു കഥാപാത്രം നന്നായി ചെയ്തിട്ടുണ്ടെന്നൊരു വിശ്വാസം ഉണ്ടോ? അതായത് ഞാൻ പഠിച്ചിട്ടുള്ള അടവുകളൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ അച്ഛമ്മയും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്ക് ആണ് തന്നിട്ടുള്ള എല്ലാ ആൾക്കാരും. അപ്പോ എന്താണ് ടോട്ടലി പറയാനുള്ളത് ഒരു മെസ്സേജ് എന്ന രീതിയിൽ? 30 വയസ്സ് കഴിഞ്ഞാലും പ്രശ്നമില്ലേ? പക്ഷെ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. നമുക്കിപ്പോ പ്രായമായപ്പോ 40 വയസ്സുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-35 വയസ്സ് പറയുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ വലതുഭാഗത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു എന്താണ് ഏജിനകത്ത് ഇപ്പം പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ അല്ല. പണ്ട് കഷ്ടപ്പാടും ദുരിതമായിരുന്നുകൊണ്ട് പെട്ടെന്ന് ആളുകൾ ഏജ് ആയി പോകുന്നവർ. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമ്മുടെ ജോലികളൊക്കെ മാറി, ഭക്ഷണശൈലി മാറി. അതുകൊണ്ട് തന്നെ ഭയങ്കര ഏജ് പറയാൻ പറ്റില്ല.